ഹലോ കൂട്ടുകാരെ, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷൻ ഹോട്ടലുകളൊന്നായ മസൂറിയിലെ സവോയ് ഹോട്ടൽ എങ്ങനെ ഒരു ഹോണ്ടഡ് ഹോട്ടലായി മാറി എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കഥയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. കുറ്റാന്വേഷണ എഴുത്തുകാരിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പേരാണ് അഗത ക്രിസ്റ്റിയുടേത്. വായിച്ചു തുടങ്ങിയാൽ താഴെ വയ്ക്കാൻ തോന്നാത്ത വിധം ഉദ്വേഗജനകമായിരുന്നു അവരുടെ നോവലുകൾ. ഉള്ളടക്കത്തിൻ്റെ പുതുമയും ഏതു പ്രായക്കാരെയും ആവേശം കൊള്ളിക്കുന്ന സസ്പെൻസും നിറഞ്ഞ അവ ഏതൊരാളെയും വിസ്മയം കൊള്ളിക്കുന്നു. എന്നാൽ അവരുടെ ആദ്യ നോവലിന് പശ്ചാത്തലമായത് ഒരു ഇന്ത്യൻ ഹോട്ടലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ദി മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്ന നോവലാണ് അഗത ക്രിസ്റ്റിയുടെ ആദ്യത്തെ നോവൽ. ഇത് ഏകദേശം 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. എന്നാൽ ഇന്നും അവരുടെ ഏറ്റവും പ്രശസ്തമായ രചനകളിലൊന്നായി അത് പരിഗണിക്കപ്പെടുന്നു. കാഞ്ഞിര വിഷബാധയേറ്റ് മരണപ്പെട്ട എസ്റ്റേറ്റ് ഉടമയായ എമിലി ഇംഗ്ലത്തോർപ്പിൻ്റെ കഥയാണിത്. എന്നാൽ ഉഷ്ണമേഖലയിൽ വളരുന്ന കാഞ്ഞിരത്തെക്കുറിച്ചും അതിൻ്റെ വിഷത്തെക്കുറിച്ചും ബ്രിട്ടനിലുള്ള അഗത ക്രിസ്റ്റിക്ക് എങ്ങനെയാണ് അറിവ് ലഭിച്ചത്? അത് ഇന്ത്യയിൽ കൊല്ലപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരുടെ കഥയാണ് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ആ സംഭവം നടന്നതാകട്ടെ മസൂറിയിലെ സാവോയ് ഹോട്ടലിലും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷൻ ഹോട്ടലുകളിൽ ഒന്നാണിത്. AD 12 മുതൽ 15 വരെ നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിൽ തഴച്ചു വളർന്ന ഇംഗ്ലീഷ് ഗോതിക് വസ്തുവിദ്യ ശൈലിയിലാണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. 11 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഹോട്ടൽ കൂടുതലും തടിയിലാണ് തീർത്തിരിക്കുന്നത്. പല പ്രമുഖരും ഈ ഹോട്ടൽ സന്ദർശിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, എത്യോപ്യ ചക്രവർത്തി, നോബൽ സമ്മാന ജേതാവ് പേൾ എസ്ബക് തുടങ്ങിയ നിരവധി പ്രമുഖർ അതിൽ ഉൾപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു പോലും ഇവിടുത്തെ പതിവ് സന്ദർശകനായിരുന്നു എന്നാണ് പറയുന്നത്. 1911 ബ്രിട്ടീഷുകാരിയായ മാഡം ഫ്രാൻസിസ് ഗ്രാനൈറ്റ് ഓർമെ ഇവിടെ വന്നത്. ഒപ്പം ലക്നൌവിൽ നിന്നുള്ള സുഹൃത്ത് ഇവ മൗണ്ട് സ്റ്റെഫനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഗാർനറ്റ് ഓർമയെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുറിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അവളുടെ ശരീരത്തിൽ കാഞ്ഞിരത്തിൻ്റെ വിഷം കണ്ടെത്തി. ഗാർനറ്റിൻ്റെ കൈവശമുണ്ടായിരുന്ന സോഡിയം ബൈകാർബണേറ്റ് കുപ്പിയിൽ ആരെങ്കിലും കലർത്തിയതായിരിക്കാമെന്ന് വിശ്വസിക്കപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഇവ അന്ന് രാവിലെ ലക്നൌവിലേക്ക് പോയിരുന്നു. സ്വാഭാവികമായും ഇവ സംശയനിഴലിലായി. അവൾ അറസ്റ്റിലുമായി. കേസ് നടന്നു. ഒടുവിൽ അലഹബാദ് ഹൈക്കോടതി തെളിവുകളില്ലെന്ന് പറഞ്ഞ് ഇവയെ വെറുതെ വിട്ടു. തീർന്നില്ല. ഗാർനറ്റിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മാസങ്ങൾക്ക് ശേഷം അതേ വിഷം അകത്ത് ചെന്ന് മരിച്ചതായി കണ്ടെത്തി. അതോടെ സംഭവത്തിൽ ദുരൂഹതയേറി. ജംഗിൾ ബുക്ക് എന്ന പ്രശസ്തമായ നോവലിലൂടെ ലോക പ്രശസ്തനായ എഴുത്തുകാരൻ റുഡ്യാൾഡ് കിപ്ലിംഗ് അന്ന് മസൂറിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ മരണങ്ങളുടെ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിൽ കൊലപാതകത്തിൻ്റെ വസ്തുതകൾ ഇംഗ്ലണ്ടിലുള്ള ഒരാൾക്ക് അയച്ചു കൊടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, ഷെർലക് ഹോംസിൻ്റെ സ്രഷ്ടാവായ സർ ആർതർ കൊനാൻ ഡോയലിനായിരുന്നു. അദ്ദേഹം റുഡ്യാൾഡ് കിപ്ലിംഗിൻ്റെ പഴയ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ കേസിൻ്റെ വസ്തുതകൾ അഗത ക്രിസ്റ്റിക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഈ സംഭവം അഗത ക്രിസ്റ്റിയുടെ ആദ്യ നോവലിൻ്റെ ഒരു പ്രമേയമായി മാറി. നോവലിലെ കഥാനായകൻ കൊലപാതകത്തിൻ്റെ ദുരൂഹത പരിഹരിച്ചെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അത് ഇന്ന് വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഗാർനറ്റ് ഓർമയുടെ ആത്മാവ് ഇപ്പോഴും ആ ഹോട്ടലിൻ്റെ ലോബിയിലും മുറികളിലും ചുറ്റി നടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. രാത്രികാലങ്ങളിൽ വാതിലുകളിൽ തുടർച്ചയായി മുട്ടും വിചിത്രമായ ശബ്ദങ്ങളും കേൾക്കാമെന്ന് ഇപ്പോഴും ആളുകൾ പറയുന്നു. 2009 ITC വെൽക്കം ഗ്രൂപ്പ് ഏറ്റെടുത്ത് പുതുക്കി പണിയുന്നതുവരെ ഈ ഹോട്ടൽ വർഷങ്ങളോളം പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഹോട്ടലുകളിലൊന്നാണ്. സന്ദർശകർ ഒഴിയാത്ത മനോഹരമായൊരു ഹോട്ടൽ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു കഥയുമായി വരുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.